അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാൻ മാസം ഇന്ന് നമ്മോടൊപ്പം ചേർന്നത് പൂപ്പള്ളി മുഹൈദ്ദീൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം സുനീർ മൗലവി അൽക്കാസ്മിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സദഖല്ലാഹുൽ അലീം. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹം പ്രസിദ്ധമായ റമദാൻ മാസത്തിൻ്റെ വ്രതത്തിലാണ്. വിശുദ്ധ റമദാൻ ഈ വ്രതം കൊണ്ട് മനുഷ്യ സമൂഹത്തിന് വലിയ സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ശുദ്ധമായ റമദാൻ മാസത്തിലെ വ്രതം കേവലം ഒരു പട്ടിണിയോട് സാദൃശ്യപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ശരീരത്തിന് മേലുള്ള മനസ്സിന്റെ അതിജീവനമാണ് വിശുദ്ധമായ റമദാൻ മാസം. അതുകൊണ്ട് തന്നെ ശാരീരികമായ ഇച്ഛകളെ പ്രതിരോധിച്ചുകൊണ്ട് മനുഷ്യനെ ശാരീരികമായും മാനസികമായും പാകപ്പെടുത്തുന്ന പരിശുദ്ധമായ ഒരമലാണ് വിശുദ്ധമായ റമദാൻ മാസത്തിലെ വ്രതം എന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന വിശുദ്ധമായ ഖുർആന്റെ ആയത്തും അത് തന്നെയാണ് മനുഷ്യനെ ഉത്ബോധിപ്പിക്കുന്നത്. പരിശുദ്ധി എന്നുള്ളത് മനുഷ്യനെ ശാരീരികമായും മാനസികമായും പരിശുദ്ധപ്പെടുത്തുന്ന വിശുദ്ധമായ ഒരമലാണ് വിശുദ്ധമായ റമദാൻ മാസത്തിലെ വ്രതം എന്ന് പറയുന്നത്. നമുക്കറിയാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഭക്ഷണ നിയന്ത്രണം എന്നുള്ളത്. അവന്റെ ഭക്ഷണ ക്രമീകരണം ആ അർത്ഥത്തിൽ അവനെ ആരോഗ്യമുള്ളവനാക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആത്മീയ ചൈതന്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പ്രാർത്ഥനയിലൂടെ അവന്റെ ശരീരത്തെ, അവന്റെ മനസ്സിനെ അവൻ അനുസരണയുള്ള അച്ചടക്കമുള്ള ഒരു വ്യക്തിയായി സമൂഹത്തിൽ മാറാൻ കഴിയുന്നു എന്നുള്ളതാണ്. ശുദ്ധമായ റമദാൻ മാസം അത്തരത്തിൽ മനുഷ്യനെ സംസ്കരിച്ചെടുക്കുന്ന പുണ്യമായ ഒരു ഇബാദത്താണ്. നമുക്കറിയാം, ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ഭക്ഷണത്തിന്റെ ഭാഷ ഒന്നാണ്. ഇന്ന് വളരെ സൗകര്യത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇല്ലായ്മക്കാരന്റെ അവസ്ഥ അറിയണമെങ്കിൽ അവൻ അതിനോട് താരതമ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടണം. വിശുദ്ധമായ റമദാൻ അത്തരത്തിൽ മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന, ഇല്ലായ്മക്കാരന്റെ പ്രയാസം ബോധ്യപ്പെടുത്തുന്ന ഒരമലും കൂടിയാണ്. ഈ ദാനധർമ്മങ്ങളിലൂടെ ഒരു മനുഷ്യൻ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവന്റെ സമ്പത്തിന്റെ വർധനവിനെ അല്ലെങ്കിൽ ശുദ്ധീകരണത്തെയാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല അവന് നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. നാളെ ആഖിറത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവന് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ഭാഗമായ സമ്പത്തിന്റെ ഒരു വിഹിതം, നിർബന്ധമായ ദാനം അവൻ അർഹരിലേക്ക് കൈമാറുമ്പോൾ അതിലൂടെ
അവന്റെ സമ്പത്തിനെ ശുദ്ധീകരിക്കപ്പെടും. അപ്പൊ ശരീരത്തെയും സമ്പത്തിനെയും ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം വിശുദ്ധമായ റമദാനിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം മോശമായ വർത്തമാനങ്ങളിൽ നിന്നും മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം എന്നുള്ളതാണ്. കാരണം മോശമായ പ്രവർത്തനവും മോശമായ വർത്തമാനങ്ങളും അവന്റെ നോമ്പിനെ ഫസാദാക്കി കളയും, ഇല്ലാതാക്കി കളയുമെന്ന് ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ മനുഷ്യനെ സംസ്കരിക്കുന്ന, മനുഷ്യന്റെ സ്വഭാവ മഹിമയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രത്യേകതയുള്ള ഇബാദത്താണ് വിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പ് എന്നുള്ളത്. ഇല്ലായ്മക്കാരന്റെ പ്രയാസങ്ങളെ അറിയുന്നതിനോടൊപ്പം സ്വന്തം അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്വവും കർത്തവ്യം നിലനിർത്തുന്നതിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് ഏറെ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ വളരെയേറെ സൂക്ഷ്മതയോടെ വലിയേറെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളുമായി മുന്നേറാൻ നമുക്ക് സാധിക്കണം. നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.